പ്രിയരെ, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ, നമുക്കെതിരെ ശത്രു പദ്ധതികൾ ഒരുക്കിയപ്പോൾ, നമ്മുടെ പക്ഷത്ത് ദൈവം ഉണ്ടായിരുന്നില്ല എങ്കിൽ നമ്മൾ എന്നേ തകർന്നേനെ അല്ലേ? ഈ പകലും വിശ്വസിക്ക്, ദൈവം നമ്മുടെ പക്ഷത്തുള്ളതുകൊണ്ട് നാം തകർന്നു പോകത്തില്ല. അതേ പ്രിയരെ, ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നാം എന്നേ തകർന്നു പോയേനെ. മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ, നമുക്ക് നേരെ തീയമ്പുകളും പദ്ധതികളും ശത്രു ഒരുക്കിയപ്പോൾ, ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നാം എന്നേ തകർന്നു പോയേനെ അല്ലേ? ദൈവം നമ്മുടെ പക്ഷത്തുള്ളതല്ലേ നമ്മുടെ ധൈര്യം, നമ്മുടെ ബലം. നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഈ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടെ ഒരു പകൽക്കാലത്തിലേക്ക് നാം സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ഒരു ചെറിയ ദൂത് നിങ്ങളോട് വേഗത്തിൽ കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 124 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. അതേ പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ഗ്രഹിക്കാൻ കഴിയുമോ? നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇന്നലകളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെയൊക്കെ ഒന്ന് ഓർക്കാൻ കഴിയുമോ? ഇന്ന് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ മുന്നിൽ വലിയ വേദനയുടെ നടുവിൽ, വലിയ പ്രയാസത്തിൻ്റെ നടുവിൽ നാളത്തെ പകൽ എന്തായിത്തീരുമെന്നും ജീവിതം ഏത് നിലവാരത്തിലാണ് പോകുന്നതെന്നുമൊക്കെയും ഒരു പ്രതീക്ഷയുമില്ലാതെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. എങ്കിലും ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് കൈമാറട്ടെ. പ്രിയരെ, ഇന്നലകളിൽ ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ? നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിലെന്ന്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ ആരൊക്കെ സഹായിച്ചതുകൊണ്ടാണ്, നമ്മുടെ തലമുറകളെ ആരൊക്കെ സംരക്ഷിച്ചത് കൊണ്ടാണ്, എൻ്റെ സങ്കടം കണ്ട് ഏതൊക്കെ മനുഷ്യർ നമ്മെ സഹായിച്ചത് കൊണ്ടാണ്, നമുക്ക് വേണ്ടി കരുതിയത് കൊണ്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന നന്മകളൊക്കെ അനുഭവിക്കുന്നു എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചിന്തിച്ചു കൂട്ടാറുണ്ട്, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രിയരെ, എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യരെല്ലാം നമ്മുടെ കൂടെ കാണുമായിരുന്നോ? എത്രയോ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്കകത്ത് നമ്മൾ ആശ്രയിക്കാമെന്ന് കരുതിയ മനുഷ്യരെല്ലാം നമ്മെ വിട്ടുപോയില്ലേ? നമ്മുടെ വേദനകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ മനുഷ്യർ പലരും നമ്മെ വിടക്കെന്ന് പറഞ്ഞ് നമ്മെ ഉപേക്ഷിച്ചു പോയില്ലേ? പക്ഷെ അവിടെയൊക്കെയും നമ്മെ ധൈര്യത്തോടെ ജയാളിയെപ്പോലെ നടത്തിയത് ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്നൊരു ഉറപ്പല്ലേ, ആ ഒരു യാഥാർത്ഥ്യമല്ലേ? ഇവിടെ 124 സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ, പക്ഷത്തില്ലായിരുന്നെങ്കിൽ നാം എന്ത് ചെയ്തേനെ? ഒന്ന് ചിന്തിച്ചേ. ഇന്നലകളിൽ നിൻ്റെ ജീവിതത്തിനകത്ത് വന്ന വേദനയ്ക്കകത്ത്, ഇന്നലകളിൽ നിൻ്റെ ജീവിതത്തിനകത്ത് വന്ന ഒറ്റപ്പെടലിനകത്ത് ആത്മഹത്യം മാത്രമേ പരിഹാരമുള്ളൂ എന്ന് നീ ഉറപ്പിച്ച ആ സാഹചര്യത്തിനകത്ത് ചേർത്ത് പിടിക്കേണ്ടവരും കൂടെ നിൽക്കേണ്ടവരും നിന്നെ ഉപേക്ഷിച്ചു പോയ സമയത്ത് ദൈവം നിൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ പ്രസംഗിക്കാൻ ഈ സബിൻ പാസ്റ്ററോ കേൾക്കാൻ നിങ്ങളോ പ്രിയരെ കാണില്ലായിരുന്നു. നാം എന്നേ തകർന്നു പോയേനെ. വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്, ദൈവം നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് വെളിപ്പെട്ട പ്രതികൂലങ്ങളുടെ നടുവിൽ നാം തകർന്നു പോകാതിരുന്നത്, നാം നശിച്ചു പോകാതിരുന്നത്. ഈ പകൽക്കാലം ഒരു ഉറപ്പ് ഞാൻ പറയാം, ദൈവം ഇന്നലകളിൽ ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പകൽക്കാലം ഞാൻ ഒരു ഉറപ്പ് ഞാൻ പറയാം. സങ്കീർത്തനക്കാരൻ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്.
ദൈവം നിൻ്റെ കൂടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് നിൻ്റെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞ് സങ്കീർത്തനക്കാരൻ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആഴമായി അത് ഗ്രഹിക്കണം. ദൈവത്മാണ് നടത്തിയതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലോ വാഹനം ഓട്ടിക്കുമ്പോഴോ ഏത് സാഹചര്യത്തിൽ നിന്ന് ഈ സന്ദേശം കേട്ടാലും ഒന്ന് വാ തുറന്ന് എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം. ദൈവത്തോട് പറയണം, താങ്ക് യു ഡാഡി, നന്ദി അപ്പാ എന്ന് നിനക്ക് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്തിടണം, കർത്താവേ നീ നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ നിന്നത്, നീ ഞങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ തകർന്നു പോകാതിരുന്നത്, ദൈവം പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ കുടുംബം തകർന്നു പോകാതിരുന്നത്, ദൈവം എൻ്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് എന്നെ എതിർക്കുന്നവരുടെ മുൻപിലും ജയാളിയാക്കി എൻ്റെ ദൈവം എന്നെ നിർത്തിയത്. അതേ പ്രിയരെ, വിശ്വസിക്ക്, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് നാം തകർന്നു പോകാതിരുന്നത്. 124-ാം സങ്കീർത്തനത്തിനകത്ത് യഹോവ പക്ഷത്തില്ലായിരുന്നു എങ്കിലെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ട് തൻ്റെ ജീവിതത്തെ നോക്കി താൻ എഴുതുന്ന 3-4 സന്ദർഭങ്ങളുണ്ട്. 3 സന്ദർഭങ്ങൾ പ്രധാനമായും നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, മനുഷ്യൻ നമ്മോടെതിർത്തപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യൻ നമുക്കെതിരെ തിരിഞ്ഞപ്പോൾ, മനുഷ്യൻ നമ്മെ തകർക്കാൻ പദ്ധതിയിട്ടപ്പോൾ, നാം പോലും അറിയാതെ നമ്മുടെ കൂടെ നിന്നവർ നമുക്കെതിരെ തിരിഞ്ഞപ്പോൾ, ശത്രുവിനേക്കാളും അധികമായി കൂടെ നിന്ന മിത്രം നിനക്കെതിരെ നിന്നപ്പോൾ, നീ പോലും ചിന്തിക്കാത്ത വ്യക്തികൾ നിനക്കെതിരെ നാവ് ഉയർത്തിയപ്പോൾ, നീ പോലും ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നിനക്കും നിന്റെ കുടുംബത്തിനും നേരെ ശബ്ദമുയർത്തിയപ്പോൾ, ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും, മനുഷ്യൻ എന്നെ എതിർത്തപ്പോൾ, മനുഷ്യൻ എന്നോട് എതിർത്തപ്പോൾ എൻ്റെ പക്ഷത്ത് ദൈവം ഇല്ലായിരുന്നുവെങ്കിൽ. ഈ പകൽക്കാലം ഉറപ്പോടെ നിനക്ക് ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കാൻ കഴിയുമോ? ഈ ഉറപ്പോടെ ദൈവം കൊടുത്ത നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയുമോ? ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ എന്നെ 6 അടി മണ്ണിനകത്തൊതുങ്ങിയേനെ, എന്നെ ഏതോ വൃക്ഷത്തിന് വളമായി തീർന്നേനെ, എന്നെ ദേശത്തിൻ്റെ മുൻപിൽ ഒരു പരസ്യകോലമായേനെ, എന്നെ ദേശത്തിൻ്റെ മുൻപിൽ ഒരു നിന്ദാപാത്രമായേനെ, എന്നെ ദേശത്തിൻ്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിന്റെ ജീവിതം മാറിയേനെ. അതിൻ്റെ നടുവിലും നമ്മെ നിർത്തിയത്, നമ്മെ കൊണ്ടുവന്നത്, നമ്മെ വഴി നടത്തിയത്, ജീവിതത്തിനകത്ത് വെളിപ്പെട്ട മാനുഷികമായ എതിർപ്പുകളുടെ നടുവിലല്ല നമ്മെ ക്ഷേമത്തോടെ നടത്തിയത്, നമ്മെ സന്തോഷത്തോടെ വഴി നടത്തിയത്, ഒന്നിനും കുറവില്ലാതെ നമ്മെ നടത്തിയത്, ഈ മരുഭൂമിയിലും ചിലതൊക്കെ കരുതി നമ്മെ നടത്തിയത്, അത് ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ടല്ലേ. ഈ പകൽക്കാലം ആഴമായി ദൈവത്തോടൊരു നന്ദി പറയാൻ കഴിയുമോ? ഈ പ്രഭാതത്തിൽ നീ നന്ദി പറഞ്ഞാൽ നിന്നോട് എതിർക്കുന്ന മനുഷ്യരുടെ മുൻപിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലത് ഈ പകൽക്കാലം ചെയ്യും. നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ എൻ്റെ ദൈവം നിന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവപ്രവർത്തികൾ ഈ പകൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. നിൻ്റെ കുടുംബത്തിന് വേണ്ടി ഈ പകൽ എൻ്റെ ദൈവം ചെയ്യും. അസാധാരണമായ ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അതേ പ്രിയരെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, മനുഷ്യൻ എന്നോട് എതിർത്തപ്പോൾ എൻ്റെ പക്ഷത്ത് ദൈവമില്ലായിരുന്നെങ്കിൽ. വലിയൊരു ചോദ്യമാണ് കേട്ടോ, വലിയൊരു ചോദ്യമാണ്. ജീവിതത്തിൻ്റെ മുൻപിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആർക്കെങ്കിലും സ്വന്തം കൈയുടെ അധ്വാനത്താലാണ് നന്മയുണ്ടായതെന്ന് ഹൃദയം കൊണ്ട് എപ്പോഴെങ്കിലും ഒരു അഹങ്കാരം നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ചോദിക്കണം, ദൈവം ഇല്ലായിരുന്നെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. അടുത്ത സങ്കീർത്തനക്കാരൻ പറയുന്ന വേറൊരു ചോദ്യമുണ്ട്, വേറൊരു പദമുണ്ട്. 2ാമത് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നദി കവിഞ്ഞൊഴുകുന്നത് പോലെ നിന്റെ പ്രാണനു മീതെ വെള്ളം
ഇരച്ചു കയറിയപ്പോൾ ദൈവം നിൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഈ വിഷയത്തിൽ നിന്ന് ജയിക്കാൻ പറ്റില്ല. ഒരിക്കലും ഇതിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയില്ല. ഐ ആം ട്രാപ്ഡ്. ഞാനൊരു ട്രാപ്പിലായതുപോലെ ഈ വിഷയം എന്നെ തകർത്തേ പോകത്തുള്ളൂ. ഈ കടഭാരം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദന എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിന്നോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. കുഞ്ഞേ, ഇന്നലകളിൽ നദി പോലത്തെ വിഷയങ്ങൾ ഒരു തിരമാലാർത്തിരമ്പി വരുന്നത് പോലെ ജലം നിൻ്റെ കഴുത്തിനു മീതെ ഉയർന്നു വന്നപ്പോൾ, നിൻ്റെ തലയ്ക്ക് മീതെ ഉയർന്നു വന്നപ്പോൾ, ആ നദി നിന്നെ കവിയാതെ വണ്ണം, ആ നദി നിന്നെ മുക്കിക്കളയാതെ വണ്ണം, ആ വെള്ളത്തിനകത്ത് നീ തകർന്നു പോകാതെ വണ്ണം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിലനിർത്തിയത് ദൈവമല്ലേ? ഏതൊക്കെ കൂടാരത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുക. ആരാലും പരിഹരിക്കാൻ കഴിയത്തില്ലെന്ന് നീ പറയുന്ന ചില വിഷയങ്ങളെ എൻ്റെ ദൈവം ഈ പകൽക്കാലം നിനക്ക് വേണ്ടി പരിഹാരം നൽകുക. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പകൽക്കാലം ആഴമായി ചിലതിനെ വെട്ടിമാറ്റുകയാ. ചില പ്രതികൂലങ്ങളെ വെട്ടിമാറ്റി ആർത്തിരമ്പുന്ന തിരമാല പോലെ നിന്റെ തലയ്ക്ക് മീതെ ഉയരുന്ന വിഷയങ്ങളെ എൻ്റെ ദൈവം ഈ പകൽക്കാലം നിർത്തൽ ചെയ്യുകയാണ്. മോശയുടെ മുൻപിൽ ആർത്തിരമ്പിയ ചെങ്കടലിൻ്റെ മുൻപിൽ മോശയെ കൊണ്ട് നിർത്തിയിട്ട് മോശയുടെ കരം മോശയുടെ കയ്യിലിരിക്കുന്ന വടി നീട്ടാൻ എൻ്റെ ദൈവം പറഞ്ഞപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം പറയുന്നുണ്ട്, മോശയുടെ കരത്തിന് മുകളിലൂടെ ചലിച്ച ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. കാരണമെന്ത്? മോശയുടെ പക്ഷത്ത് ദൈവം ഉണ്ടായിരുന്നു. ഈ പകൽക്കാലം നീ ഒറ്റയ്ക്കായിരിക്കാം. നീ ഈ വിഷയം ഫേസ് ചെയ്യുന്നത്, ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല. കുഞ്ഞെ, ഏതെങ്കിലും ഹോസ്റ്റലിനകത്തായിരുന്നിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നേ, ഏതെങ്കിലും ആശുപത്രി വരാന്തയിലായിരുന്നായിരിക്കും സന്ദേശം കേൾക്കുന്നേ, ഏതോ വീടിൻ്റെ ഉള്ളറയ്ക്കകത്തെല്ലാം തകർന്നായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നേ. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയാം, ദൈവം നിന്റെ പക്ഷത്തുണ്ടോ? തലയ്ക്കുമീതെ വരുന്ന നിന്റെ ജീവിതത്തെ കൊണ്ടേ പോകൂ എന്ന് നീ പോലും ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ നടുവിലും നിനക്ക് നല്ല പാതയൊരുക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. അങ്ങനൊരു ദൈവപ്രവൃത്തി ചില കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. ഈ പകൽക്കാലം അങ്ങനൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ശാബാരാധാരകൾ നിന്ദിക്കപ്പെട്ടിടത്ത്, തകർന്നുപോയിടത്ത് ദൈവത്തിൻ്റെ ആഴമേറിയ വിസിറ്റേഷനുകൾ സംഭവിക്കും. ഈ പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിൻ്റെ കൂടാരത്തിലോ നിൻ്റെ കൂട്ടുകാരിലോ നിൻ്റെ കുടുംബക്കാരിലോ നിൻ്റെ സഭയിലോ നിൻ്റെ അറിവിലുള്ള ആരെങ്കിലും ഈ തരത്തിലുള്ള വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നീ അവർക്ക് അയച്ചു കൊടുക്കണം. അവരോട് പറയണം, എൻ്റെ പക്ഷത്തുള്ള ദൈവം നിൻ്റെ പക്ഷത്തും ഇറങ്ങി വരാൻ ശക്തനാണ്. പ്രിയ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വെള്ളം ഉയർന്നു വരുമ്പോൾ, ഒരു നദി ഉയർന്നു വരുമ്പോൾ എൻ്റെ പക്ഷത്ത് ദൈവമില്ലായിരുന്നെങ്കിൽ. മൂന്നാമത് പറയുന്നൊരു കാര്യം കൊണ്ടുണ്ട്. ഒന്നാമത് പറയുക, മനുഷ്യൻ എന്നോട് എതിർത്തപ്പോൾ. രണ്ടാമത് പറയുക, വെള്ളം പൊങ്ങി വന്നപ്പോൾ, എൻ്റെ പ്രാണന് മീതെ വെള്ളം ഉയർന്നു വന്നപ്പോൾ. മൂന്നാമത് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു വേട്ടക്കാരൻ്റെ കെണിയിലെന്ന പോലെ ഒരു പക്ഷി കെണിയിലകപ്പെട്ടതുപോലെ ഒരു കെണിക്കകത്ത്, ശത്രു വച്ച കെണിക്കകത്ത് അകപ്പെട്ടപ്പോൾ യഹോവ എൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ.
സ്നേഹിത, കൂടപ്പുറപ്പേ, ദൈവദാസനെ, ദൈവദാസിയെ, ദൈവം ശത്രു നിനക്കെതിരെ ഒരുക്കിയ കെണിക്കകത്ത്, ശത്രു നിന്റെ കുടുംബത്തിന് നേരെ ഒരുക്കിയ കെണിക്കകത്ത് നിന്റെ തലമുറയെ തകർത്തു കളയാൻ, അവിടെ വിദ്യാഭ്യാസത്തെ പാതി വഴിയിൽ നിർത്തൽ ചെയ്യാൻ, നിന്റെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ, നിന്റെ ബിസിനസ്സിനെ തകർക്കാൻ, നിന്റെ ഭാവിയെ മുച്ചൂടും മുടിച്ചു കളയാൻ, നിന്റെ കുടുംബജീവിതത്തെ തകർത്തു കളയാൻ, നിന്റെ സാമ്പത്തിക നന്മയെ തകർത്തു കളയാൻ ശത്രു ഇട്ട പദ്ധതികളുടെ നടുവിൽ, ശത്രു ഒരുക്കിയ കെണിക്കകത്ത് നിന്നെ കുരുക്കിക്കളയാൻ, നിന്നെ അതിനകത്തൊതുക്കിക്കളയാൻ, ആമേൻ, ഒരു പക്ഷി എങ്ങനെയാണോ ഒരു കെണിക്കകത്ത്, വേട്ടക്കാരൻ്റെ കെണിക്കകത്ത് പക്ഷി കുരുങ്ങുന്നത്, പക്ഷി ആമേൻ ഒതുങ്ങുന്നത്, അതുപോലെ ട്രാപ്പിലാക്കി കളയാൻ ശത്രു ഒരുക്കിയ ചില കുരുക്കുകൾക്കകത്ത് എൻ്റെ ദൈവം നിൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നീ എമ്മേ തകർന്നു പോയേനെ, എമ്മേ നിൻ്റെ കുടുംബം തീർന്നു പോയേനെ, എമ്മേ നിൻ്റെ തലമുറകൾ നശിച്ചു പോയേനെ, എന്നെ നിൻ്റെ ശുശ്രൂഷ നിന്നുപോയേനെ, എമ്മേ നീ അപമാനപാത്രമായേനെ. ഈ പകൽക്കാലം വിശ്വസിക്ക്, ദൈവം നിൻ്റെ പക്ഷത്തുള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ ഇത്രത്തോളം നിർത്തിയത്. നീ ഇന്ന് ജയത്തോടെ നിൽക്കുന്നത് വേദന ഇല്ലാഞ്ഞിട്ടല്ല, ആകുലത ഇല്ലാഞ്ഞിട്ടല്ല, ഒറ്റപ്പെടൽ അനുഭവിക്കാഞ്ഞിട്ടല്ല കുഞ്ഞേ. അതിൻ്റെ മടിവിലും ദൈവം നിന്റെ പക്ഷത്തുള്ളത് കൊണ്ടാണ്, ദൈവം നിന്റെ കുടുംബത്തോടുകൂടെ ഉള്ളത് കൊണ്ടാണ്. സങ്കീർത്തനക്കാരനോട് കൂടെ നമ്മോട് തന്നെ ദാവീദ് പറയുന്നത് പോലെ എൻ മനമേ, അതേപോലെ ഈ പകൽക്കാലം നമ്മോട് തന്നെ, നമ്മുടെ മനസ്സിനോട്, നമ്മോട് തന്നെ ഈ പ്രഭാതത്തിലൊന്ന് ചോദിക്കാമോ, യഹോവേ നീ എൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ അപ്പം ഞാൻ എന്ത് ചെയ്തേനെ? മനുഷ്യർ എന്നോട് എതിർത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തേനെ? എൻ്റെ പ്രാണന് മീതെ വെള്ളം ഉയർന്നു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തേനെ? ആമേൻ, ഒരു വേട്ടക്കാരൻ്റെ കെണിയിൽ പക്ഷി അകപ്പെടുന്നത് പോലെ ദുഷ്ടൻ എനിക്ക് വച്ച കെണിക്കകത്ത് ഞാൻ അകപ്പെട്ടപ്പോ നീ എൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഈ പകൽക്കാലം ആത്മാവിലൊരു ദൂത് കൈമാറാം. മനുഷ്യരെതിർത്താലും, പ്രാണന് മീതെ വെള്ളം ഉയർന്നു വന്നാലും, ഒരു വേട്ടക്കാരൻ്റെ കെണിയിലെന്ന പോലെ നീ അകപ്പെട്ടു പോയാലും, ദൈവം നിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ നീ പുറത്തു വരും, നിൻ്റെ കുടുംബം പുറത്തു വരും, നിൻ്റെ മിനിസ്ട്രി പുറത്തു വരും, നിൻ്റെ ഭാവി പുറത്തു വരും. നിന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല. കാരണം നിൻ്റെ ബലമല്ല, ദൈവം നിൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട്, ബലവാനായവൻ നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട്. പകൽക്കാലം ദൈവദാസനെ, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളവർ ഈ നിമിഷം എല്ലാ കണ്ണുകളും ദൈവത്തിലടയണം. എന്നോട് കൂടെ വലതുകരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ആഴമായെന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നീ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ടാണ് ഞാൻ തകർന്നു പോകാത്തത്, എൻ്റെ കുടുംബം നശിച്ചു പോകാത്തത്. സ്വർഗമേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പകൽ അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് തെളിയിക്കുന്ന വലിയ ദൈവപ്രവർത്തികൾ ചില കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. മനുഷ്യൻ്റെ ഈ സകല എതിർപ്പുകളും ദൈവം പൊളിക്കണമേ. അവിടെ പ്രാണനെ ലക്ഷ്യമിട്ട് വരുന്ന എല്ലാ പദ്ധതികളും പൊളിക്കണമേ. അവിടെ ട്രാപ്പിലാക്കുന്ന എല്ലാ കെണികളും എല്ലാ കുരുക്കുകളും പൊളിയട്ടെ. യെസ്, പൊളിയട്ടെ. തലമുറകളെ ട്രാപ്പിലാക്കുന്ന, വിദ്യാഭ്യാസത്തെ പൂർത്തീകരിക്കാൻ കഴിയാതെ കുടുംബജീവിതങ്ങളെ ചിതലമാക്കുന്ന എല്ലാ ട്രാപ്പുകളും യേശുവിൻ്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ പകൽക്കാലം ദൈവം ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് തെളിയിക്കത്തക്ക നിലവാരത്തിൽ, കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ ചില അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അതേ പ്രിയരെ, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നാം എന്ന് തകർന്നു പോയേനെ. ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നാം തകരാതെ നിൽക്കുന്നത്. ഈ പകൽക്കാലം വിശ്വസിക്ക്, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന ചില അത്ഭുതങ്ങൾ നീ കാണും. നിൻ്റെ കുടുംബം അത് അനുഭവിക്കാൻ വകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാല ദൈവദാസനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം.
എൻ്റെ അവസ്ഥ ഇന്നതാണെന്ന്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ മതിയാകുമെന്ന് ആമേൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഈ വേദനയിൽ ഇതേപോലത്തെ അവസ്ഥയിലിരിക്കുന്ന വ്യക്തികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും ദൈവം തൊടട്ടെ. നിൻ്റെ ജീവിതത്തിനകത്തും ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. എല്ലാ പ്രഭാതത്തിലും ഇതുപോലെയുള്ള സന്ദേശം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ലെറ്റ് us start our journey with the Holy Spirit. ദൈവത്തോടു കൂടെ ഒരു യാത്ര തിരിക്കാം. പരിശുദ്ധാത്മാവിനോട് പറയാൻ കഴിയുമോ, പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം എന്നെ ഒന്ന് നയിച്ചാലും. ഗോഡ് ബ്ലസ് യു. ആമേൻ.